യഥാർത്ഥത്തില് ഒരു നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനമായിട്ടാണ് മാറിയത്. കേരളത്തിന്റെ പ്രത്യേകത വെച്ച് സംസ്ഥാനത്തോട് സ്വീകരിച്ചുകൊണ്ടിരുന്ന സമീപനം, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ നോക്കിയാൽ പറയേണ്ടത് പറയാതിരുന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടവയുണ്ട്. അതിനെക്കുറിച്ചെല്ലാം മൗനം പാലിച്ചതായാണ് കാണുന്നത്. ഇത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതുമായ കാര്യങ്ങൾ നഷ്ടപ്പെടാനാണ് ഇടയാക്കിയത്. കാരണം അത്തരം കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന പോലും ഹലോ 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 ശരിയായ കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് 2035 വരെയുള്ളത് കഴിഞ്ഞ LDF സർക്കാർ ആവിഷ്കരിച്ചതാണ്. പക്ഷേ അതെങ്ങനെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു സൂചന പോലും ഇതിലില്ല. ഒട്ടേറെ പ്രധാനപ്പെട്ട പദ്ധതികളുണ്ട്. അതിനെക്കുറിച്ചൊന്നും പരാമർശമേ ഇല്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതി റിസർവ് ബാങ്ക് തന്നെ അംഗീകരിച്ച കണക്കനുസരിച്ച് 5429 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പ് വെച്ചുകൊണ്ടാണ് LDF സർക്കാർ ഇറങ്ങിയത്. പക്ഷേ ആ ഭാഗം മറച്ചുവെച്ച് ഒരു ശരിയല്ലാത്ത നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഈ നയപ്രഖ്യാപനത്തിൽ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം കേന്ദ്ര സാമ്പത്തിക നയങ്ങൾ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അതേ നയമാണ് തുടർന്നതെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടപ്പെടുകയാണ് ചെയ്യുക. ഇവിടെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നടപടികൾ, അത് ചിലത് ഹ്രസ്വകാല നടപടിയാകാം, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസന പദ്ധതികളാകാം. ഇതിനൊന്നുമുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാട് ഈ നയപ്രഖ്യാപനത്തിൽ
ഇല്ല എന്നതാണ് വസ്തുത. മാത്രമല്ല, UDF പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ, അതിൽ നിന്നും ഒരു തരത്തിലുള്ള ഒളിച്ചോട്ടവും ഈ നയപ്രഖ്യാപനത്തിൽ കാണാനുണ്ട്. ചുരുക്കത്തിൽ കേരളത്തിന്റെ വികസനത്തെ ഇത് പുറകോട്ടടിപ്പിക്കുമോ എന്ന ആശങ്കയാണ് ഉയർത്തുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിന് സഹായകമായ ആശ്വാസ നടപടികൾ തകർക്കുന്നതിന് ഈ സമീപനം ഇടയാക്കുമോ എന്ന ആശങ്കയുമുണ്ട്. എല്ലാ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന നിലയാണ് ഇതിനകത്ത് സ്വീകരിച്ചിട്ടുള്ള പൊതുസമീപനം. അപ്പോ ബാക്കി കാര്യങ്ങൾ വിശദമായി പിന്നീട് പറയുന്നതായിരിക്കും നന്നാവുക. ഇപ്പോ വളരെ കൂടുതലായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ കേരളത്തെ ഒരു പുതുയുഗത്തിലേക്ക് ആനയിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ള സാമ്പത്തിക, സാമൂഹ്യ റൂട്ട് മാപ്പ് ഈ നയപ്രഖ്യാപനത്തിൽ കാണാനില്ല. അപ്പോ അത് ഇല്ലാതിരുന്നാൽ ലക്ഷ്യം എങ്ങനെയാണ് സാധ്യമാക്കാനാവുക എന്നത് അവ്യക്തമാണ്. ഇവിടെ പ്രതീക്ഷിച്ച രീതിയിലുള്ള നയപ്രഖ്യാപനം അല്ല വന്നത് എന്താണ് കാണാൻ സാധിക്കുക. നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഇടയാക്കിയ കിഫ്ബി, കുടുംബശ്രീ, വിവിധ മിഷനുകൾ, ഇവയെക്കുറിച്ചെല്ലാം വല്ലാത്തൊരു മൗനം പാലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ സഹായകമായ സംവിധാനങ്ങളായിരുന്നു ഇവയല്ല. അവയോടുള്ള സമീപനം വ്യക്തമല്ല. അതേപോലെ തന്നെ നമ്മുടെ നാടിന്റെ പരമ്പരാഗത